ആരവങ്ങളുമില്ല, ആളനക്കവുമില്ല. എല്ലാം ഒഴിഞ്ഞ് AKG സെന്റർ. എന്തൊക്കെയായിരുന്നു പോയ ദിവസങ്ങളിൽ? മലപ്പുറം കത്തി, മെഷീൻ, കണ്ണ്, എന്നിട്ടിപ്പോൾ പവനായി, ഒടുവിൽ ശവമായി. ആളും മാരവുമില്ല. തലസ്ഥാനത്താണെങ്കിൽ BJPയുടെ ആഹ്ലാദ പ്രകടനം. മാത്രമല്ല, കഴിഞ്ഞ ദിവസം AKG സെന്ററിന്റെ മുന്നിലും ആഹ്ലാദ പ്രകടനം BJP നടത്തി. ഏതായാലും കാൽനൂറ്റാണ്ട് ഇടതുപക്ഷ ഭരണം. പലയിടത്തും LDFന് വട്ടപൂജ്യം. വലിയ ഒറ്റക്കക്ഷിയായി BJP മാറുന്നു. പുത്തൂരിലും LDF വട്ടപൂജ്യം, വലിയ ഒറ്റക്കക്ഷിയായി BJP. തലസ്ഥാനത്തും BJP. 5 വർഷം വിവാദകാലം. മുന്നറിയിപ്പുകൾ അവഗണിച്ചു. നേതാക്കൾ ചിറകിലൊതുക്കി. CPMലെ ചിലരെയൊക്കെ സംരക്ഷിച്ചു. ഒടുവിൽ ഭരണം BJP അങ്ങ് കൊണ്ടുപോയി. ആര്യയ്ക്ക് തന്നേക്കാൾ താഴ്ന്നവരോട് പുച്ഛമെന്നും കോക്കസാക്കി സ്വന്തം ഓഫീസ് മാറ്റിയെന്നും കഴിഞ്ഞ ദിവസമാണ് ഗായത്രി ബാബു പോസ്റ്റ് ഇട്ടത്. ഫേസ്ബുക്ക് പോസ്റ്റ് തൽക്കാലം പിൻവലിച്ചെങ്കിലും അതുയർത്തുന്ന ചോദ്യങ്ങൾ നിരവധിയാണ്. കോഴിക്കോട് മേയർ സ്ഥാനത്തേക്ക് കോൺഗ്രസ് മത്സരിക്കും. CPMുമായി സഹകരിക്കില്ല. BJPയുടെ പിന്തുണ വേണ്ട എന്നാണ് തൽക്കാലം തീരുമാനം. തിരുവനന്തപുരത്താണെങ്കിൽ മേയർ സ്ഥാനത്തേക്ക് VV രാജേഷ്, ശ്രീലേഖ ഡെപ്യൂട്ടി മേയർ, വട്ടിയൂർക്കാവിൽ സ്ഥാനാർത്ഥിയായേക്കും. അങ്ങനെ നിരവധി ചിത്രങ്ങളുമുണ്ട്. അവിടെ കൊണ്ട് തീർന്നില്ല. CPM ഗാന്ധി പ്രതിമ തകർത്തത് ആരെ സന്തോഷിപ്പിക്കാൻ? മുഖ്യമന്ത്രി അണികളെ നിയന്ത്രിക്കണം, ഗുരുതര പ്രത്യാഘാതം ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പ് പ്രതിപക്ഷം നൽകിയിട്ടുമുണ്ട്. പുതിയ AKG സെന്ററിലേക്ക് CPM സംസ്ഥാന ആസ്ഥാനം മാറിയ ശേഷം ആദ്യമായാണ് സംസ്ഥാന തലത്തിൽ ഒരു തിരഞ്ഞെടുപ്പ് ഉണ്ടായത്. അവിടെ ആഹ്ലാദത്തിന്റെ പൂത്തിരികളൊന്നും കത്തിയില്ല. ആളും മനക്കവും നന്നേ കുറവ്. ആദ്യ ഫലസൂചനകൾ വന്നു തുടങ്ങിയ ശേഷം രാവിലെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഓഫീസിലെത്തിയിരുന്നു. പതിവായി പിൻവശത്ത് കാറിറങ്ങി മുറിയിലേക്ക് കയറി പോകാറുള്ള ഗോവിന്ദൻ പതിവ് തെറ്റിച്ചില്ല. തിരഞ്ഞെടുപ്പ് ഫലം MV ഗോവിന്ദൻ TVയിൽ വീക്ഷിക്കുന്ന ചിത്രം പകർത്താനായി മാധ്യമങ്ങൾ കാത്തു നിന്നെങ്കിലും ഫലപ്രഖ്യാപനത്തിന് ശേഷം പ്രതികരിക്കുമെന്ന് അറിയിപ്പുണ്ടായി. LDF കൺവീനർ TP രാമകൃഷ്ണനും എത്തിയെങ്കിലും മാധ്യമങ്ങൾ ചോദ്യങ്ങളുമായി സമീപിച്ചെങ്കിലും ഫലം വരട്ടെ എന്ന് പ്രതികരിച്ച ഓഫീസിലേക്ക്. പിന്നീട് ആദ്യമെത്തി മാധ്യമങ്ങളെ കണ്ടതും LDF കൺവീനറായിരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷൻ NDA പിടിച്ചതിന്റെ നിരാശ പ്രതികരണത്തിൽ നിഴലിച്ചു. അപ്രതീക്ഷിത തിരിച്ചടി അംഗീകരിച്ചെന്ന ആമുഖത്തോടെയാണ് പാർട്ടി സെക്രട്ടറി തുടങ്ങിയത്. എന്നാൽ 2010 തിരിച്ചടിയുടെ അത്രയും വലുതല്ല നേരിട്ടതെന്നും അത്രയും തിരിച്ചടി ഉണ്ടായിട്ടും 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 68 സീറ്റ് പിടിച്ചല്ലോ എന്നും സ്ഥാപിക്കാൻ ശ്രമിച്ചു. എന്നാൽ ശരീരഭാഷയിലാകെ നിരാശ നിഴലിച്ചിരുന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മാത്രമാണ് പുതിയ AKG സെന്ററിലിരുന്ന് ഇതിനു മുൻപ് CPM നേരിട്ടത്. കാൽനൂറ്റാണ്ട് ഇടതുപക്ഷം ഭരിച്ച അട്ടപ്പാടിയിലെ പുതൂർ പഞ്ചായത്തിൽ LDFന് ഒരു സീറ്റ് പോലും നേടാനായില്ല. ആകെയുള്ള 14 വാർഡുകളിൽ 7 വീതം സീറ്റുകളിൽ CPMും CPIയും മത്സരിച്ചെങ്കിലും എവിടെയും ജയിക്കാനായില്ല. പല വാർഡുകളിലും LDF സ്ഥാനാർത്ഥികൾ 3ാം സ്ഥാനത്തായി. അട്ടിമറിയിലൂടെ BJPയുടെ ഭരണം പിടിച്ചു. 9 സീറ്റുകൾ നേടിയാണ് BJP ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായത്. ഭരണത്തിലെ പോരായ്മകൾ ജില്ലാ നേതാക്കൾ തിരുത്താൻ ശ്രമിച്ചിട്ടും എതിർത്തിട്ടും ആര്യ രാജേന്ദ്രന് CPMലെ സംസ്ഥാന നേതാക്കൾ നൽകിയ പിന്തുണയാണ് തിരുവനന്തപുരത്തെ തെരഞ്ഞെടുപ്പ് തിരിച്ചടിക്ക് പിന്നിലെന്ന ആരോപണം. ആര്യയ്ക്കെതിരെ ഭരണസമിതിയിലെ കൗൺസിലറും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായിരുന്ന ഗായത്രി ബാബു പ്രകടിപ്പിച്ചത് പാർട്ടിയിലെ ഒരു വിഭാഗത്തിന്റെ രോഷമാണ്. മേയർ ഓഫീസുമായി ബന്ധപ്പെട്ട കോക്കസിൽ CPMലെ കൗൺസിലർമാർക്കടക്കം എതിർപ്പുണ്ടായിരുന്നു. ആര്യയ്ക്കെതിരെ സമൂഹ മാധ്യമങ്ങളിലെ CPM പ്രൊഫൈലുകളിലടക്കം നിറയുന്നതും ട്രോൾ മഴയാണ്. ഭരണകാലയളവിൽ ആര്യ ഉണ്ടാക്കിയ വിവാദങ്ങളിലെല്ലാം സംരക്ഷിക്കാൻ രംഗത്തെത്തിയത് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും മന്ത്രി മുഹമ്മദ് റിയാസുമായിരുന്നുവെന്ന് ആര്യ എതിർക്കുന്ന CPMലെ ഒരു വിഭാഗം ചൂണ്ടിക്കാട്ടുന്നു. രാജ്യസഭാ MPയും DYFI അഖിലേന്ത്യാ നേതാവുമായ A റഹീമായിരുന്നു ആര്യയെ പിന്തുണച്ചിരുന്ന മറ്റൊരാൾ. ജില്ലയിലെ DYFI SFI നേതാക്കൾ ആര്യയ്ക്കെതിരെ ശബ്ദിക്കാത്തത് റഹീമിനെ പേടിച്ചാണെന്നും ആര്യ എതിർക്കുന്നവർ പറയുന്നു. പല ജില്ലാ കമ്മിറ്റി യോഗങ്ങളിലും ആര്യയ്ക്കെതിരെ രൂക്ഷ വിമർശനം ഉയർന്നെങ്കിലും നേതാക്കൾ ചിറകിലൊതുക്കി സംരക്ഷിച്ചു. കോഴിക്കോട് കോർപ്പറേഷനിൽ മേയർ സ്ഥാനത്തേക്ക് കോൺഗ്രസ് മത്സരിക്കുമെന്ന് DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ. കമ്മ്യൂണിസ്റ്റുകാർ അഴിമതിക്കാരാണെന്ന് പൊതുസമൂഹത്തിന് തിരിച്ചറിവുണ്ടായി എന്നതിനാലാണ് LDF ഇത്ര വലിയ പരാജയം നേരിട്ടത്. CPMന്റെ അഴിമതി തുറന്നു കാട്ടിയതുകൊണ്ടാണ് കോർപ്പറേഷനിൽ UDF മുന്നേറ്റമുണ്ടായത്. അവരുമായി കൂട്ടുകെട്ടിനില്ലെന്ന് വാർത്താ സമ്മേളനത്തിൽ നേതാക്കൾ വ്യക്തമാക്കി. സംസ്ഥാനത്ത് ആദ്യമായി ഒരു കോർപ്പറേഷന്റെ ഭരണം നേടിയ BJP തിരുവനന്തപുരത്ത് ആര് മേയറാക്കുമെന്നതിൽ ആകാംക്ഷ. സംസ്ഥാന സെക്രട്ടറി VV രാജേഷ്, മുൻ DGPR ശ്രീലേഖ എന്നിവരുടെ പേരുകളാണ് സജീവ പരിഗണനയിലുള്ളത്. സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം VV രാജേഷിന് അനുകൂലമാണെന്നാണ് വിവരം. കേന്ദ്ര തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അന്തിമ പ്രഖ്യാപനം. തിരുവനന്തപുരം കോർപ്പറേഷനിൽ കൊടുങ്ങാനൂർ വാർഡിൽ നിന്നാണ് VV രാജേഷ് വിജയിച്ചത്. രാജേഷിനെ മേയറാക്കാൻ തീരുമാനിച്ചാൽ R ശ്രീലേഖ ഡെപ്യൂട്ടി മേയറാകുമെന്നാണ് വിവരം. നിലവിൽ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കുകയും പിന്നീട് R ശ്രീലേഖയെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവിൽ സ്ഥാനാർത്ഥിയാക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. മേയർ പദവിയില്ലെങ്കിലും സന്തുഷ്ടയാണെന്നായിരുന്നു R ശ്രീലേഖയുടെ ആദ്യ പ്രതികരണം. സാധാരണ കൗൺസിലറായി തുടരും. വിജയം വലിയ അംഗീകാരമാണെന്നും ശ്രീലേഖ പറഞ്ഞിരുന്നു. CPMന്റെ മേയർ സ്ഥാനാർത്ഥികളായി പരിഗണിച്ചിരുന്ന മുതിർന്ന നേതാക്കളും UDFിൽ നിന്ന് ശബരിനാഥൻ അടക്കമുള്ളവരും വിജയിച്ച പശ്ചാത്തലത്തിൽ കൗൺസിൽ യോഗങ്ങൾ പ്രക്ഷുബ്ധമാകുമെന്ന് ഉറപ്പാണ്. ഈ സാഹചര്യത്തിൽ
രാഷ്ട്രീയമായ എതിരാളികളെ നേരിടാൻ ശ്രീലങ്കയ്ക്ക് പരിമിതികളുണ്ടെന്നാണ് വിലയിരുത്തൽ. കോർപ്പറേഷനിൽ ആകെയുള്ള 101 വാർഡുകളിൽ 50 സീറ്റുകൾ നേടിയാണ് BJPയുടെ നേതൃത്വത്തിലുള്ള NDA ഭരണം ഉറപ്പിച്ചിരിക്കുന്നത്. LDF 29 സീറ്റുകളും UDF 19 സീറ്റുകളുമാണ് നേടിയത്. 2 സീറ്റുകളിൽ സ്വതന്ത്രരും വിജയിച്ചു.